ശകലം വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സൂര്യൻ പതിയനെ കണ്ണ് തുറന്ന് വരുന്നുണ്ട്. ഇന്നുണ്ടോ നമ്മുടെ വീടും പരിസരം കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാനിനി പുറത്തേക്ക് ഈ മുകളിലേക്കൊന്ന് കയറി പോകണം. ഇച്ചിരി പരിപാടിയുണ്ട് അവിടെ നിന്ന് നോക്കാനൊക്കെ ആയിട്ട്. രണ്ടുപേരുടെ നിൽപ്പുണ്ടോ? രാവിലെ ഇന്ന് സ്ഥിരം കൊടുത്തോണ്ടിരിക്കുന്ന പാല് കൊടുത്തിട്ടില്ല. പോടാന്ന് പാല് മേടിക്കാൻ ചെന്നപ്പോഴേ പാല് കട തുറന്നില്ല. ഇന്ന് ഞായറാഴ്ച അല്ലേ. ചില ദിവസങ്ങളാട്ടോ അങ്ങനെ തുറക്കാതിരിക്കുള്ളൂ. ഇത് കണ്ടോ, ഇതാ ഇവൻ്റെ പണി. അതുകൊണ്ട് അവനെ തുടലും കൂടെ ഇട്ട് വെച്ചേക്കുക. ഇവനെ അതിലെ ചാടി പുറത്ത് പോകുന്ന ഒരു പരിപാടിയുണ്ട് ഇവന്. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ കൂടിനകത്ത് തുടലിട്ട് വെച്ചേക്കുന്ന ഏതെങ്കിലും പട്ടികളുണ്ടോ? ഇവനതിലെ തലയിട്ട് പുറത്ത് ചാടി സർക്കസുകാരുടെ കൂടെ കമ്പിക്കകത്തോടെ പുറത്ത് കിടക്കും. അതുകൊണ്ട് അവനെ ഞങ്ങൾ തുടലും കൂടി ഇട്ട് വെച്ചു. കേട്ടക്കട്ടെ തുടലേ അമ്മയുടെ തുടൽ അങ്ങ് ഊരിയിട്ടു കേട്ടോ. ഇവള് ഭയങ്കരമാണ് തുടലെങ്ങാനും ഈ കൂടെങ്ങാനും ഊരി പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പുറത്ത് ചാടിയ റോട്ടിക്കടെ ഒരു ഒറ്റ ഓട്ടമാണ്. പിന്നെ 1 മണിക്കൂർ കഴിയാതെ കിട്ടൂല. കാണുന്ന ബൈക്കുകാരുടെ പുറകെ എല്ലാം എത്തുകയും ചെയ്യും. സൗകര്യത്തിന് കിട്ടിയാൽ ഇവിടെ നന്നായിട്ട് കടിച്ച് പറിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേടിച്ചിട്ട് ഒരു കാരണവശാലും ഇവളെ പുറലോകമായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് നിർത്തിയേക്കുക. ഇഞ്ഞാടി ഇജ് പപ്പിക്കുട്ടിയാണോ? പപ്പിക്കുട്ടിയാണിത്. ഇതാണ് ഇവിടുത്തെ പപ്പിക്കുട്ടി. മാന്തണ്ട ഇതാണ് പപ്പിക്കുട്ടി. നീയാണ് ഇവിടുത്തെ പപ്പി. നീയാണ് ഇവിടുത്തെ പപ്പിക്കുട്ടി. ഇവിടെ വാടാ. അവന് തള്ളയോട് മിണ്ടുമ്പോൾ അവന് ഇഷ്ടമല്ല. അന്നേരം അവൻ പുറത്തോട്ട് മാറിയിരിക്കും. രണ്ടുപേർക്കും കൂടെ ഉള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കണം. രാവിലെ ഇപ്പോൾ ചോറ് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുവാണേ. അത് കൊണ്ട് കൊടുക്കണം. ഒരു പാത്രമൊക്കെ എടുത്ത് മുറ്റത്ത് വെച്ചേക്കുക. ഇനി അത് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി 2 പേർക്കും ഈ മൂലയിൽ ഒരാൾക്ക് അങ്ങേ മൂലയിൽ ഒരാൾക്ക് അങ്ങനെ 2 മൂലയിലാക്കി വെച്ച് കൊടുക്കണം. വഴക്കൊന്നുമില്ല കേട്ടോ. ചോറ് 2 പേരും ഒരു പാത്രത്തിൽ നിന്ന് തിന്നും. എന്നാലും കുഞ്ഞേ നീയാണോ ഇങ്കർ കുഞ്ഞ്? നീ ഇങ്കർ കുഞ്ഞാണോടാ? കണ്ടോ അവനോട് മിണ്ടുമ്പോൾ ഇവക്ക് ദേഷ്യ. ആരെങ്കിലും മരണം കൊരയും ബഹളും കാണണമെങ്കിൽ. കണ്ടല്ലേ ലക്കി പാമ്പുവിൻ്റെ ചൂടൊക്കെ നല്ല കട്ടിയിലുണ്ടായി കേട്ടോ. ഭയങ്കരമായിട്ട് ഹൈറ്റും വെച്ചു ഭയങ്കരമായിട്ട് അങ്ങോട്ടോ കട്ടിയിലുണ്ടായിക്കണേ. അതുകൊണ്ട് ഇത് കാറ്റ് മറിച്ച് അങ്ങേ സൈഡിലേക്ക് ഇട്ടു. ഇനി അതിനെ വട്ടത്തിലൊരു വള്ളിയൊക്കെ ഇട്ട് ഈ മരത്തേലേക്കൊന്ന് പിടിച്ച് കെട്ടണം. ആരോ അതിൻ്റെ ഒരു കമ്പ് വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ. ഇതുണ്ട് കമ്പ് വെട്ടിയേക്കണ പാട്.